ക്രിസ്ത്യാനികളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി ക്രിസ്ത്യാനികളും ബി ജെ പിയും കൂടി ഒന്നിച്ചു പോകാവുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഇത് നാളെ ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉയർന്നു വരാൻ പാടില്ല. എൻ്റെ ഒരു ചോദ്യം, താങ്കൾ പഠിച്ച ഒരാളെന്ന് ഒരൊറ്റ ചോദ്യമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ? അല്ല, എന്റെ ദൃഷ്ടിയിൽ വക്കപ്പല്ല. ഇതേ ബോധ്യം ഉണ്ടാവാത്ത എന്താണ് ഈ ഇതേ ഉദ്യോഗസ്ഥനുണ്ടാവില്ല. കാരണം അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ ഇല്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോയ വേറൊരാൾ വന്നു കഴിയുമ്പോൾ അയാൾ സമാനം പറയേണ്ടി വരും. ഇപ്പൊ എനിക്കോ ലീഗിനോ പബ്ലിക്കിനോ ഇത് എടുക്കാൻ പറ്റും. വക്കപ്പിന് ആ നിയമം എടുക്കണമെങ്കിൽ വക്കഫ് അമെന്റ്മെന്റ് ആക്ട് ഇംപ്ലിമെന്റ് വരണം. അവരുടെ വിഷയം തീർത്ത് അവർക്കവിടെ സുഖമായി താമസിക്കാനുള്ള ഒരു അവസ്ഥ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. വിസ്ഫോടനം സൃഷ്ടിച്ച ആദ്യ ഇന്റർവ്യൂവിന് ശേഷം വീണ്ടും നമ്മൾ AK നസീർ എന്ന പ്രമുഖനായ CPM നേതാവിനെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ ആദ്യ ഇന്റർവ്യൂവിൽ പൊട്ടിച്ചിരിക്കുന്ന വിസ്ഫോടനകരമായ കാര്യങ്ങൾ, കേരള BJP വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം ഇപ്പോൾ ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സമരങ്ങളെ കുറിച്ചിട്ടാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. അതായത് വഖഫ് സമരം, അത് BJP ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വക്കഫ് സമരം യഥാർത്ഥത്തിൽ വക്കഫ് എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണൽ പ്രോബ്ലം അല്ല. ഇതിപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്നത് കമ്മ്യൂണലൈസ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണൽ പ്രോബ്ലമാക്കി മാറ്റി ക്രിസ്ത്യാനികളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി ക്രിസ്ത്യാനികളും BJPയും കൂടി ഒന്നിച്ചു പോകാവുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ നമ്മൾ ഈ വർഗീയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൂരവ്യാപകമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും BJP സത്യത്തിൽ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. കാരണം ഇതിപ്പോൾ വക്കഫ് പ്രശ്നം യഥാർത്ഥത്തിൽ ആ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട ചില ഡിസ്പ്യൂട്ടുകളാണ്. അല്ലാതെ അവിടെ ഒരു രണ്ട് കമ്മ്യൂണൽ പ്രശ്നമല്ല. ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന വക്കഫ് അമെൻമെൻറ്റ് ആക്ടിൽ അത്യാവശ്യമായി ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ദൃഷ്ടിയിൽ അതിൽ മാറ്റം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ചില കാര്യങ്ങൾ മാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അതിൽ ഒന്ന് എന്ന് പറയുന്നത് വാക്കാലുള്ള വക്കഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാക്കാലായിട്ട് വക്കഫ് ചെയ്ത പ്രോപ്പർട്ടി 100 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അത് ഞാൻ ചെയ്തോ ഇല്ലയെന്ന് അടുത്ത തലമുറക്ക് മനസ്സിലാവാനായിട്ടൊരു രേഖയില്ല. അപ്പോൾ അത് പൊതുസമൂഹത്തിൽ നാളൊരു ആശങ്ക ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. കാരണം ഇസ്ലാമിക നിയമപ്രകാരം വാക്കാൽ വക്കഫ് അനുവദനീയമാണെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിയമപരമായി നീങ്ങേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു രേഖ വേണം. അതൊരു വാക്കാൽ വക്കഫ് പോരാ, അത് റെക്കോർഡിക്കലായിട്ടുള്ള വക്കഫ് വേണം. റെക്കോർഡിക്കലായിട്ടുള്ള വക്കഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി ഏതൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ പക്ക പ്രോപ്പർട്ടി ആയാലേ മാത്രമേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വല്ലവൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് വക്കഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ പട്ടയമുള്ളും പട്ടയമില്ലാത്തതും ഉണ്ടാവും. അതിൽ കുറേയൊക്കെ വക്കഫ് ചെയ്യും. ആ വക്കഫ് ചെയ്ത് വാക്കാലാവും. അതിനൊക്കെ രേഖ വരുമ്പോഴാണ് ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അതൊരു മതത്തിൻ്റെ വിഷയമല്ല, അത് ആക്ടിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ആക്ടിൽ ആവശ്യമായ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതിലാവശ്യമായ ഭേദഗതിയല്ല, അവിടെ ഒരു രാഷ്ട്രീയവും മതപരമായ വിവേചനവും കാണിക്കുക എന്നുള്ളതാണ് കേന്ദ്രം ഇതിൽ ലക്ഷ്യമിടുന്നത്. അതിനൊരു കേന്ദ്രത്തിൻ്റെ ഓരോ നിയമവും സംശുദ്ധമായ ഒരു സാമൂഹ്യ ലക്ഷ്യമല്ല ഇതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ്. BJP കൊണ്ടുവരുന്ന ഇപ്പോൾ ഈ അടുത്ത് കൊണ്ടുവരുന്ന പല നിയമങ്ങളുമൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടതാണ്, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ഇതിലൊക്കെ പല ഡിസ്പ്യൂട്ട് വരുന്നത്. ഇപ്പോൾ വൈപ്പിൽ മുനമ്പത്തെ വിഷയത്തിൽ കുറേ കാലമായിട്ട് അവർ അവിടെ താമസിക്കുന്നു, അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, കോളേജിനോട് വാങ്ങിക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് യഥാർത്ഥ വിഷയം എന്താണെന്ന് വെച്ചാൽ 1950 സിദ്ദിഖ് സേട്ട് വക്കഫ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ ഡീഡ് തന്നെ വക്കഫ് പ്രോപ്പർട്ടി എന്നാണ്, വക്കഫ് ആധാരം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത് 1950. പക്ഷേ ആ വക്കഫ് ആധാരം എന്ന് പറഞ്ഞ് കൊടുത്ത പ്രോപ്പർട്ടി, അതിൻ്റെ അകത്ത് ആ പ്രോപ്പർട്ടിയുടെ ഡീഡ് വായിച്ചാൽ നമുക്ക് അത് വക്കഫും അല്ല, അത് ഗിഫ്റ്റും അല്ലാത്ത രീതിയിൽ ആ പ്രോപ്പർട്ടി കോളേജിന് കൊടുത്തിരിക്കുന്ന ആധാരത്തിൽ കൊടുത്തിരിക്കുന്ന ഡീഡ് വായിച്ചാൽ അത് ഒരു വ്യക്തതയില്ലാത്ത ഡീഡാണത്. അപ്പോൾ അതുമ്പോൾ ഒരുപാട് ഡിസ്പ്യൂട്ട് നാളെയും വരാൻ സാധ്യതയുണ്ട്.
അതിലൊരു സെറ്റിൽമെന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിലായിട്ട് അവിടെ പോയിക്കോളൂ. പക്ഷെ 620ഓളം കുടുംബങ്ങൾ അവിടെ അല്ലെ, 620ഓളം കുടുംബങ്ങളുടെ സമരത്തിലാണ്. അവർക്ക് നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വല്ലാത്ത ദുരിതത്തിലായ അവരാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആക്ച്വലി വഖഫ് ബോർഡല്ലേ ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നത്? വഖഫ് ബോർഡ് ഇവർ സത്യത്തിൽ ഇത് കേസായത് വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞൊരു കക്ഷി ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഈ വഖഫ് ബോർഡ്. അത് വഖഫ് ബോർഡ് പലപ്പോഴും പല പ്രോപ്പർട്ടികൾ ഈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ അന്യാധീനപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ 2007 അന്നത്തെ UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ അന്യാധീനപ്പെട്ട വഖഫ് പ്രോപ്പർട്ടികൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനായിട്ട് അന്നത്തെ മൈനോറിറ്റി മിനിസ്ട്രി തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വഖഫ് പ്രോപ്പർട്ടികൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് ഇവർ നടപടി തുടങ്ങി. ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ അന്യാധീനപ്പെട്ട പല വഖഫ് പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കാനായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഇവർ നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് കിട്ടുമ്പോഴാണ് പലപ്പോഴും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്നും പ്രശ്നമാണല്ലോ എന്നും മനസ്സിലാവുന്നത്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഇതിൽ പിന്നിൽ വേറെ ചില ഇപ്പം സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുമ്പോൾ ഇതിൽ വേറെ പല പ്രശ്നങ്ങളും ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. കാരണം ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഏകദേശം 9.4 ലക്ഷം കോടി ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിൽ വഖഫിനുള്ളതെന്നാണ്. അപ്പം അത് ഇന്നിപ്പോൾ കണക്കാക്കിയതനുസരിച്ചിട്ട് ഏകദേശം 3-ാം സ്ഥാനം, ഏറ്റവും വലിയ 3ാമത്തെ ലാൻഡ് ലോഡാണ് വഖഫ്. അതായത് ഇപ്പോൾ മിലിറ്ററി അല്ലെങ്കിൽ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ വഖഫാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. അത് വേറെ വിഷയം. അത് പിന്നീട് അതിൻ്റെ പ്രോപ്പറായിട്ട് എവിഡൻസ് വരുമ്പോൾ മനസ്സിലാക്കാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഗവൺമെന്റ് മാറുമ്പം അതെ ഇവിടുത്തെ പുരോഹിതന്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് കണക്കിന് രേഖയില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് ഒരു രേഖ ഇപ്പൊ ഈ അടുത്ത സമയത്ത് അതിനെപ്പറ്റി ഒരു രേഖ വന്നേക്കണേല് അത് ഏറ്റവും വലിയ ലാൻഡ് ലോഡായിട്ട് മാറുമെന്നാണ് കേട്ടത്. അതിനെതിരെയും കേന്ദ്ര ഗവൺമെന്റ് നീങ്ങുന്നു. അതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ ചർച്ച് ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പൊ ഇതിപ്പോ എന്ന് വെച്ചാൽ ഒന്നിച്ച് ഏതായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവരില്ല. കാരണം 2 മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റീനെ വേറൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് നിന്ന് ആക്രമിച്ച് ഒതുക്കിയതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരുടെ അതേ തന്ത്രം തന്നെയാണ് ഭിന്നിപ്പിച്ച് വരിക. അതായത് ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവരെ ഒതുക്കി ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒന്നിക്കും എന്നുള്ള, പിന്നീട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഹിന്ദു കമ്മ്യൂണിറ്റി അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടി ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് പിടിച്ചേക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ മുസ്ലിം മൈനോറിറ്റീനെ ആദ്യം കൊണ്ട് ഒതുക്കിയാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. അപ്പം ഇപ്പോൾ ക്രിസ്ത്യാനികൾ മുസ്ലിംസിനെതിരായി നിൽക്കുന്നു കഴിഞ്ഞാൽ നാളെ ക്രിസ്ത്യാനികളുടെ കാര്യം മുസ്ലിങ്ങൾ നിൽക്കൂല. അപ്പോൾ BJPക്ക് സുഖമാണ് അവരൊതുക്കി മാറ്റി നിർത്താൻ. അപ്പം ആ ഒരു രാഷ്ട്രീയ ലൈനാണെന്ന് തോന്നുന്നു BJP കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രധാന വിഷയം ഈ മുനമ്പം ഇഷ്യൂവിൽ ഇപ്പോൾ കേരള വഖഫ് ബോർഡാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അതിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു സത്യത്തിൽ? ഇല്ല, അതിന്റെ ആവശ്യം എന്താ, അതിലേക്ക് കടന്നത് എന്താ, ബേസിക്കായിട്ട് അതാണ്. അതിന്റെ ബേസിക്കായിട്ട് അതാണ്. അതിലേക്ക് കടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ വഖഫിന്റെ ചീഫ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് സംസാരിച്ചു, ജമാൽ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ സംസാരിച്ച പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിലേക്ക് ചില ആളുകൾ NOC ചോദിച്ചുകൊണ്ട് ചെന്നു. അവിടെയാണ് എൻ്റെ തുടക്കം. അപ്പോൾ NOC ചോദിച്ചുകൊണ്ട്, അപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ വഖഫ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ 1950 കൊടുത്തിരിക്കുന്ന രേഖയിൽ വഖഫ് ആധാരമാണ്. വഖഫ് ആധാരത്തിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിട്ട് വഖഫ് ബോർഡിൽ ഇത് ആധാരമാണ്, അതുകൊണ്ട് ഇത് ആ ഒരു ലൈനിലാണ്. കാരണം വഖഫ് ബോർഡിൻ്റെ ദൃഷ്ടിയിൽ അത് വഖഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രൊസീഡിങ്സിൽ ആ റൈറ്റിങ്ങിൽ തെറ്റാണെങ്കിലും വാക്കാലുള്ള വഖഫ് പോലും വഖഫാണെന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുന്ന വഖഫിൻ്റെ തെറ്റാണെങ്കിലും വഖഫാണല്ലോ. ആ ഒരു കൺസെപ്റ്റിലാണ് വഖഫ് ബോർഡ് എടുക്കുന്നത്. അതുകൊണ്ടാണ് വഖഫിനും വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും
ഇത് വഖഫാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു മനസ്സിലായില്ല. കാരണം വെച്ചാൽ ഇതിൽ ഇപ്പോൾ വാക്കാൽ കൊടുക്കുന്ന വഖഫ്, വാക്കാൽ ഒരാൾ വഖഫ് കൊടുത്താൽ അത് വഖഫാണെന്ന് അംഗീകരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ രേഖ, വഖഫായിട്ട് കൊടുക്കുന്ന രേഖയിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെറും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ട്, അത് വഖഫാണ്. അപ്പോൾ വാക്കാൽ വഖഫാണെങ്കിൽ എഴുതി കൊടുക്കുന്ന സാധനം വഖഫാണല്ലോ. അവർക്ക് ആ ഒരു രീതിയിൽ അത് വഖഫായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് കോടതിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ ട്രൈബ്യൂണൽ, വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ആ തീരുമാനം ഇത് വഖഫായിട്ട് കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വഖഫ് ട്രിബ്യൂണൽ മാത്രം പോരാ, ഒരു പൊതു കോടതിയിലേക്കും കൂടി ഇതിൻ്റെ അപ്പീൽ കമ്മിറ്റി വേണം എന്ന് പുതിയ അമെൻമെൻറ്റിൽ വരാൻ കാരണം. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പുതിയ അമെൻമെൻറ്റിൽ വന്നിട്ട് ഇപ്പം ഡിസ്ട്രിക്ട് കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇതിൻ്റെ ഒരു ചലഞ്ച് ചെയ്തപ്പെട്ടാൽ അത് തലനാരിഴ കീറി പരിശോധിച്ചിട്ട് അത് യഥാർത്ഥ വസ്തുത കണ്ടെത്തിയിട്ട് വഖഫാണെങ്കിൽ വഖഫ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ. പക്ഷേ ഇവിടെ ഒരു 620ഓളം കുടുംബങ്ങൾക്ക് നികുതി അടയ്ക്കാൻ പറ്റാതെ, സ്ഥലം വിൽക്കാൻ പറ്റാതെ, അതേപോലെ അവർക്ക് ലോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ വസ്തുതകളെല്ലാം പരിശോധിച്ച് ഇത് ഫാറൂഖ് കോളേജിന് കൊടുത്തതാണെന്നും ഫാറൂഖ് കോളേജ് വിറ്റതാണെന്നും വരുമ്പോൾ അത് വഖഫിന്റെ ഭൂമിയല്ല എന്ന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അവരെ നിയമക്കുടുക്കിലേക്ക് കൊണ്ട് ചെന്ന് ചാടിക്കല്ലേ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് BJP പോലുള്ള ആളുകൾ ക്രിസ്ത്യൻ സമുദായത്തെ അടുപ്പിക്കാൻ വേണ്ടി ഇത് വലിയ ഇഷ്യൂ ആക്കി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു ശരിയായ വശമാണോ? അല്ല, അത് ഇത് എത്രയും പെട്ടെന്ന് പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ച് ഒരു രമ്യതയിൽ എത്തിക്കേണ്ട വിഷയമാണ്. കാരണം അവർ എത്ര വർഷം വേണ്ടി താമസിക്കുന്ന ആളുകളാണ്. ഒരു കാരണവശാലും അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരവിടെ താമസിക്കണം. പക്ഷെ താമസിച്ചാൽ പോരല്ലോ. അവർക്ക് നാളെ ഒരാവശ്യങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ, വിദ്യാഭ്യാസത്തിന്, എന്തെങ്കിലും ആവശ്യം, കല്യാണങ്ങൾക്ക്, ഇതിനൊക്കെ ലോൺ എടുക്കണമെങ്കിൽ പ്രോപ്പർട്ടി എവിടെയെങ്കിലും വിൽക്കുകയോ പ്ലഡ് ചെയ്യുകയോ വേണം. ഇത് ചെയ്യണമെങ്കിൽ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള NOC വഖഫ് കൊടുത്തില്ലെങ്കിൽ ഒരു വഖഫ് ഡിഫ്യൂസായിട്ട് കിടക്കും. അപ്പോൾ അത് പരിഹരിച്ച് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് മുമ്പിൽ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതെ തന്നെ, വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് അത് വിളിച്ച് പരിശോധിച്ച് രമ്യതയിൽ എത്തിച്ച് അവരുടെ പ്രശ്നം തീർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഇത് നിയമപരമായിട്ടൊരു വിഷയമുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ പരിധിയും അതിൻ്റെ അകത്തുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ ലീഗലായിട്ടുള്ള ചില ഭാഗങ്ങളിൽ നാളെ കോടതിയിൽ പോയി കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കൂടുതൽ ഡിസ്പ്യൂട്ടിലേക്ക് പോകാം. അതായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. ആ ഹൈക്കോടതിയിൽ എത്തിക്കുന്ന വഴി നിയമക്കുരുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അത് കഴിയുന്നതിന് സുപ്രീം കോടതി കഴിഞ്ഞ് ഏത് കാലത്ത് തീരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പകരം ആ പെറ്റീഷൻ പിൻവലിച്ച് ഇതിന്റെ യഥാർത്ഥ നിയമവസ്തുതകൾ കൃത്യമായി ഒരു പഠിച്ച് അവർക്ക് നിഷ്പ്രയാസം 10 മിനിറ്റ് കൊണ്ട് തീർക്കൊടുക്കാവുന്ന ഒരു സംഭവമല്ലേ ഇത്? പിന്നെ എന്തിനാണ് ഈ നിയമക്കുരുക്കിലേക്ക് ഇവരെ കൊണ്ട് ചാടിക്കുന്നത്? ഇല്ല, 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത്. പക്ഷെ ഗവൺമെന്റ് വിളിച്ചെടുത്ത് രമ്യതയിൽ പരിഹരിച്ച് എടുക്കാൻ പറ്റുന്ന വിഷയമാണ്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, വഖഫ് ഭൂമിയാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് ഫറൂഖ് കോളേജിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ആ ഫറൂഖ് കോളേജ് വിറ്റിരിക്കുന്നു. അതോടെ വഖഫ് ഭൂമി അല്ലാതെ അങ്ങനെയല്ലാന്ന് ബോധ്യപ്പെടാൻ 5-10 നിമിഷം മതി. ഫയൽ നോക്കി പഠിക്കാൻ. ഇതിനിടെ ഇവർക്ക് അത് അങ്ങനെ യാതൊരു അധികാരവും ഇല്ല എന്ന് വിധിക്കാനും വഖഫ് ഗവൺമെന്റ് കഴിയുമെന്നിരിക്കെ വഖഫ് ബോർഡല്ലേ ഈ കുഴപ്പമുണ്ടാക്കുന്നത്? അല്ല, അതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്യൂട്ടിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണമെങ്കിൽ അത് കോടതിക്ക് തന്നെ വേണ്ടി വരും. കോടതിക്ക് മുമ്പിലേക്ക് ചെല്ലാതെ തന്നെ തീർക്കണമെങ്കിൽ കക്ഷികൾ പരസ്പരം ഇരുത്തി രമ്യതയിലെത്തിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കോടതി എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ 10 മിനിറ്റോട് തീർക്കുന്ന സാധനം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വർഷങ്ങളാണ്. ഒരു കേസ് തീരണമെങ്കിൽ ചിലപ്പോൾ 25 വർഷമൊക്കെയാണ്. എന്റെ ഒരു കേസ് ഇപ്പൊ 20 വർഷമായിട്ട് 22 വർഷമായി ഹൈക്കോടതി കിടക്കുന്നത്. കാരണം ഇതിൽ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ആ വിഷയം തീർക്കാൻ സന്നദ്ധരാണ്. ഇതിപ്പോ ആരും അതിനെതിരായിട്ട് നിൽക്കുന്നില്ല. ആ സംഭവത്തെ ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് വേറൊരു പാർട്ടി അത് രാഷ്ട്രീയമായി കത്തിക്കുന്നു. മാത്രമല്ല ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വഖഫ് ബോർഡ്. അത് ഗുരുതരമായ കുഴപ്പമല്ലേ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, വഖഫ് ബോർഡിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ നോട്ടീസ് അയക്കേണ്ട സ്ഥലത്ത് നോട്ടീസ് അയച്ചേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാട് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വഖഫ് ബോർഡിലൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വഖഫ് രേഖയിലുള്ള ഒരു പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ട് മറ്റൊരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് നോട്ടീസ് അയക്കും.
നോട്ടീസ് അയക്കാതെ അത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ നോട്ടീസ് അയച്ചില്ല എന്നിരിക്കട്ടെ, നാളെ അയാൾ ഉത്തരം പറയണ്ടേ? അയാൾ ഒരു വഖഫ് ലാൻഡായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കും. ഇപ്പോൾ അതിപ്പോൾ റവന്യൂ സെക്ഷനിൽ തന്നെ സ്ഥിതി. ഇപ്പോൾ നമ്മൾ തഹസീൽദാരുടെ ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ ഒരു പുറംപോക്ക് ഭൂമി ഒരാൾ കൈയേറിയാൽ അവരെ ശ്രദ്ധയിൽപ്പെട്ട് നടപടി എടുത്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. അല്ല, അത് സമ്മതിച്ചു, വളരെ കറക്റ്റാണ് മറുപടിയാണ്. പക്ഷെ അതേ സമയത്ത് ഇത് അങ്ങനെയുള്ള ആളുകളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അവരുടെ രേഖകളെല്ലാം പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിന് പകരം അവരെ മൊത്തത്തിൽ കുടുക്കി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, വഖഫ് ബോർഡ് തന്നെ കേസുമായി കുടുക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ശരിയാവുക? അല്ല, അത് ആ പ്രോപ്പർട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ ആ ഡോക്യുമെന്റ് കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമ്മുടെ വസ്തുത മനസ്സിലാവുക. ഇത് താങ്കൾ കൃത്യമായി പഠിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ശരിയാണല്ലോ. ഒന്ന്, വഖഫ് ബോർഡ് അല്ല, നേരത്തെ ഭൂമി സേട്ട് ആർക്ക് കൊടുത്തു? ഫറൂഖ് കോളേജിന് കൊടുത്തു. ഫറൂഖ് കോളേജിന് കൊടുത്തോടുകൂടി അവരെ സ്വഭാവം നഷ്ടപ്പെട്ടു. ഫറൂഖ് കോളേജ് അത് വിൽക്കുന്നു. വാങ്ങിയവർക്ക് കൃത്യമായി രേഖാപ്രകാരമുള്ള ഭൂമിയാണ് വാങ്ങിയിരിക്കുക. അവർ പണം കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ നിയമപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭൂമിയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 75 വർഷമായിട്ടായി കഴിഞ്ഞു. ആ കഴിഞ്ഞ ശേഷം കേസ് വരുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവര് മാസങ്ങളായി സമരം നടത്തുന്നു. അതിൽ കൃത്യമായ രേഖകൾ പരിശോധിച്ച് ഗവൺമെന്റ് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. ഈ പാർട്ടി അപ്പുറത്ത് BJP ഇത് മുതലെടുത്തുകൊണ്ട് നേരത്തെ നമ്മുടെ ശബരിമല വിവാദം പോലെ ഇവിടെ കത്തിക്കാൻ ശ്രമിക്കുന്നു. അത് എന്നിട്ട് ക്രിസ്ത്യൻ ഏകീകരണം എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയമായിട്ട് ജാതീയ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ധ്രുവീകരണത്തിന് സഹായം ഉണ്ടായി കൊടുക്കില്ലേ ശരിക്കും ചെയ്യുന്നത്? അല്ല, അതിൽ ഇപ്പോൾ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തുന്നിരിക്കട്ടെ. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ട് ഇത് വഖഫൊന്നുമല്ല, ഇത് നിങ്ങൾ എടുത്തോന്നും പറഞ്ഞ് ഒരു ഓർഡർ ചെയ്തു വന്നിരിക്കട്ടെ. വേറൊരു കക്ഷി, ഒരു തേർഡ് പാർട്ടി, അല്ലെ ഫോർ എക്സാമ്പിൾ വഖഫ് സംരക്ഷണ സമിതിയാണെന്നിരിക്കട്ടെ, അവര് ഇത് ചലഞ്ച് ചെയ്യാണ്, നിയമവശം ചലഞ്ച് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇത് കോടതി പരിശോധിക്കും. കോടതി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 1950 സേട്ട് കൊടുത്തിരിക്കുന്ന രേഖ സത്യത്തിൽ വഖഫും അല്ല, അത് ഗിഫ്റ്റും അല്ലാത്ത ഒരു രേഖയായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അതിലൊരു ഡിസ്പ്യൂട്ട് വരുന്നാൽ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് കോടതി അത് പരിശോധിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും അധികം പ്രശ്നങ്ങൾ ആ ഡോക്യുമെന്റിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പരാതി, ഞാൻ പറഞ്ഞ ഇത്തരം ആളുകൾ, ഈ പരാതി കൊടുക്കുന്ന ആളും ഇപ്പോൾ നിലവിലുള്ള മറ്റേ 2 കക്ഷികളെയും വിളിച്ചിരുത്തി ഗവൺമെന്റ് ഒരു സെറ്റിൽമെന്റ് ആക്കി ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതാണ് ബുദ്ധി. അല്ല, അവിടെ തന്നെ നിയമപ്രകാരം താങ്കൾ ഇത് പഠിച്ചൊരാളാണ്. ഇത് ഗവൺമെന്റ് പഠിച്ചാൽ അത് തന്നെയാണല്ലോ വരുന്നത്. അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഒരാൾ കേസ് കൊടുത്താലും അവർക്ക് വേറൊരു പ്രശ്നം വരുന്നില്ല. ഗവൺമെന്റ് കൂടെ നിൽക്കും. എതിർ കക്ഷിയായിട്ട് ഗവൺമെന്റ് ആണല്ലോ വരുന്നത്. അപ്പൊ ഗവൺമെന്റ് അവിടെ കൂടെ നിൽക്കുകയും ഇവർക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയോ, സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ, ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയോ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ, അവർ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയോ ഉണ്ടാവുന്നില്ല. അപ്പൊ ആ ഗവൺമെന്റിന്റെ വഖഫ് ബോർഡ് ചെയ്ത ഒരു തെറ്റല്ലേ ഇത്? അല്ല, അത് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. കാരണം ആദ്യം കേസ് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലേ നന്നായിട്ട്. ഇത് നാളെ ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉയർന്നു വരാൻ പാടില്ല. അല്ല, അതിന് ഗവൺമെന്റ് 2 കക്ഷികളെയും വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ച് 3 കക്ഷികളാവട്ടെ, 3 അല്ല 4 ആയാലും 5 ആയാലും ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് കൺസേൺഡ് ആയ കക്ഷികളെല്ലാം വിളിച്ചു വരുത്തി കംപ്ലീറ്റ് ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇതിന്റെ നിയമപരമായ ആർക്കാണ് അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക, അല്ലാത്ത പിടിച്ചെടുത്ത് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യുന്നതിന് പകരം ഹൈക്കോടതിയിൽ കേസുമായി പോയത് വഴി ഇവർക്ക് പണം അടയ്ക്കാൻ പറ്റുന്നില്ല, നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, സ്ഥലത്തിന് അവർക്ക് അവകാശമില്ല, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു, ഒരു കല്യാണം നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്ത ദുരിതത്തിലേക്ക് 10-620 കുടുംബത്തിലെ എത്തിക്കുന്നത് ശരിയാണ്. ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തിനാ കോടതി പോയ വിഷയമാണ് ഇപ്പൊ പറയുന്നത്. അതൊരു കോടതി പോയ വിഷയം പകരം അവരെ വിളിച്ചു വരുത്തി അവർ രേഖകൾ പരിശോധിക്കാനുള്ള വഖഫ് ബോർഡ് നിയമപരമായുള്ള പോവാന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ ഒരു തീരുമാനം വന്ന് അതിന് അപ്പീൽ കൊടുക്കുന്ന ആ ലിമിറ്റിന് മുമ്പ് അപ്പീൽ കൊടുക്കാനുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി പോയതാവാം.
പക്ഷെ കോടതി പോയതിന് ശേഷവും ഗവൺമെന്റ് അതെടുത്ത് 75 വർഷം കഴിഞ്ഞൊരു കേസാണ്. അല്ല 75 വർഷത്തിന് ശേഷം ഇതിന് എത്ര പ്രാവശ്യം ഇപ്പൊ അല്ല, അത് 1975-ലും ഫറൂഖ് കോടതിയിൽ കേസ് അല്ല ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചു. ഇപ്പോൾ രേഖകൾ താങ്കൾ പരിശോധിച്ച ഒരാളെന്ന രൂപത്തിൽ, ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരാളെന്ന രൂപത്തിൽ, ഇത് ഫാറൂഖ് കോളേജിന് വിട്ടുകൊടുത്തോട് കൂടിയിട്ട് വഖഫ് ബോർഡിന്റെ അധികാരം പോയി, വഖഫ് നിയമം പോയി. അതിലുപരി ഫാറൂഖ് കോളേജ് നിയമപ്രകാരം വിൽക്കുകയും ചെയ്തു. ഈ സമരം നടത്തുന്ന ആളുകൾ 10-600 രൂപ കൂടുമ്പോൾ വഴിയാധാരമാകുന്ന ഈ പ്രശ്നത്തിൽ അതിലൊരു വിഷയം എന്താ വെച്ചാലേ, ഇപ്പോൾ വക്കഫായിട്ട് വിട്ടുകൊടുത്ത ഭൂമി വക്കഫായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വക്കഫിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാം, ഫറൂഖ് കോളേജിന് കൈകാര്യം ചെയ്യാം. പക്ഷേ അതിൽ വക്കഫിൻ്റെ ഉദ്ദേശം പറഞ്ഞ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ഫറൂഖ് കോളേജ് ചെയ്താൽ ആ പ്രോപ്പർട്ടി തിരിച്ച് സേട്ടുവിനോ സേട്ടുവിൻ്റെ പരമ്പരക്കോ തിരിച്ചു കൊടുക്കണമെന്നൊരു ക്ലോസ് അതിൽ വെച്ചിട്ടുണ്ട്. ഈ ക്ലോസ് ഒരിക്കലും വക്കഫല്ല എന്നുള്ളതാണ്. 2, അത് ഗിഫ്റ്റ് ആണെങ്കിലും ആ ക്ലോസ് നിൽക്കില്ല. ഇപ്പോൾ ഗിഫ്റ്റ് ഡീഡ് ആണെങ്കിലും ആ ഗിഫ്റ്റ് ഡീഡ് 1950 ഫറൂഖ് കോളേജിന് കൊടുത്താൽ 50 ഏത് ഡേറ്റിലാണോ കൊടുക്കുന്നത് ആ ദിവസം മുതൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വവും ഫുൾ ഇതും ഫറൂഖ് കോളേജിനാണ്. ഫറൂഖ് കോളേജ് ആ ഗിഫ്റ്റ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാണ് 75-ൽ പറവൂർ സബ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സബ് കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് ഫറൂഖ് കോളേജ് ഈ സ്ഥലം അവർക്ക് വിറ്റിരിക്കുന്നത്. അങ്ങനെ വിറ്റ് ഈ സ്ഥലം വാങ്ങിച്ച് അവർ കരമടച്ച് ഭൂമി വെച്ചുകൊണ്ട് പോരുകയാണ്. ഇതിന് ശേഷമാണ് ഇപ്പോൾ അത് വക്കഫിൻ്റെയാണ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ വക്കഫിൻ്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ അതൊരു ലീഗൽ ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് രമ്യമായിട്ട് പരിഹരിക്കുകയോ അല്ലെങ്കിൽ കോടതി പരിഹരിക്കുകയോ മാർഗമുള്ളൂ. അപ്പോൾ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള മാർഗം ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്, ഒപ്പം ലീഗലായിട്ട് മൂവും ചെയ്യും. പക്ഷെ അത് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റിന്റെ ഭൂമിയല്ല, അവിടെ പാവപ്പെട്ട ആൾക്കാരുടെ ഭൂമിയാണത്. അല്ല, ഗവൺമെന്റിന്റെ ഭൂമി അല്ലെങ്കിലും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ബോർഡാണ്. ആ ലീഗൽ ബോർഡിന് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ അതിന്റെ സത്യാവസ്ഥ പഠിക്കാൻ കൂടിയാണല്ലോ. അത് പഠിച്ച് കൃത്യമായിട്ട് നിയമപ്രകാരം നീങ്ങിയിരുന്നെങ്കിൽ ഈ ആളുകൾ സമരത്തിന് പോകേണ്ടി വരുമായിരുന്നോ? ഗുരുതരമായൊരു പ്രശ്നമല്ലേ? അതിന്റെ പേരിൽ രാഷ്ട്രീയ ഇതിപ്പോ വഖഫ് ബോർഡ് വഖഫ് ട്രിബ്യൂണലിൽ തന്നെ ഇത് പരിശോധിച്ചിട്ട് ഇത് വഖഫ് ഭൂമിയല്ല, ഇതിപ്പോ നമ്മള് അവർക്ക് കൊടുത്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അവിടെ. അതെ, ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നു, പ്രശ്നം തീർന്നു. കോഴിക്കോടുള്ള ഒരു കേസിൽ വളരെ. പക്ഷെ അത് അങ്ങനെ അവർ വഖഫ് ട്രിബ്യൂണലിൽ കാണാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം നേരത്തെ വഖഫ് ബോർഡിന് കാണാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം വാക്കാൽ കൊടുക്കുന്ന വഖഫാണ് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ കീഴിലാണ് ഈ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നത്. ആ വാക്കാൽ കൊടുക്കുന്നത് വഖഫാണെങ്കിൽ എഴുതി കൊടുക്കുന്നതിലെ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് വഖഫാണ്. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ ദൃഷ്ടിയിൽ ഇത് വഖഫാണ്. അപ്പോൾ അത് വഖഫല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇനി ഹൈക്കോടതിയാണ്. അല്ല, അവിടെയാണ് നമ്മൾ വിയോജിപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഈ അമൻമെന്റ് ആവശ്യമെന്ന് ഞാൻ പറയുന്നത്. ഈ താങ്കളെപ്പോലുള്ള ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെ ഭരണകൂടത്തിന്റെ ആളുകൾ പഠിക്കേണ്ട ഒരു വിഷയം 620 കുടുംബങ്ങൾക്ക് നിയമപ്രകാരം കിട്ടിയ ഭൂമിയാണ്. അതെ, അതിന്റെ നിയമപ്രകാരം കിട്ടിയ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഡിസ്പ്യൂട്ട്, ലീഗൽ ഡിസ്പ്യൂട്ട് ഏത് കാര്യത്തിൽ വന്നാലും വലിയ പ്രശ്നമാണ്. അത് സമ്മതിച്ചു. പക്ഷെ അതിന് ഈ വഖഫ് അമെൻമെന്റ് ആക്ട് വന്നാൽ, ഈ വഖഫ് അമെൻമെന്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഓറലായിട്ട് വഖഫ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഇല്ലാതാവും. ഓറലല്ലെങ്കിലും ഇത് ഓറലായി വന്നെ എപ്പോഴാണെന്നറിയോ? ഇത് വഖഫ് ട്രിബ്യൂണലിൻ്റെ കേസ് വരുമ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇത് റെക്കോർഡിക്കലായിട്ട് വഖഫ് ആധാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് വഖഫ് ആധാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് വഖഫ് ആധാരത്തിന് സമമല്ല, കൃത്യമല്ലാത്തതുകൊണ്ടാണ് വഖഫ് ആവാത്തത്. പക്ഷേ വഖഫാണ് എന്ന അയാൾ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഓറലായിട്ട് വഖഫാണെന്ന് പറയുന്നത് എഴുതി വെച്ച ഈ പേപ്പറിലെ 2 വരിയുടെ തെറ്റുകൊണ്ട് വഖഫാവാതിരിക്കില്ല എന്നാണ് വഖഫ് ട്രിബ്യൂണൽ കണ്ടെത്തുള്ളൂ. അതായത് വാക്കാൽ ഞാൻ കൊടുക്കുന്ന വഖഫ് എന്ന് പറയുന്നത് അംഗീകരിക്കുന്ന ഒരു നിയമത്തിന്റെ മുമ്പിൽ എഴുതി കൊടുക്കുന്ന വഖഫിന്റെ അടിയിൽ ഞാൻ അത് കണ്ടീഷൻ വെച്ചതുകൊണ്ട് വഖഫല്ലാതെ പറയാൻ പറ്റില്ല എന്ന്. അല്ല, അത് സമ്മതിച്ചു. അതുകൊണ്ട് വഖഫ് ട്രിബ്യൂണലിന് പറയാൻ പറ്റുന്നത് എന്താ, ഇത് വഖഫാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കോടതിക്ക് അത് കണ്ടെത്താൻ പറ്റും. കോടതിക്ക് പറയുന്നത് വഖഫല്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അല്ല, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് നേരിട്ട് ഇവരെ വിളിച്ചു വരുത്തി, കൃത്യമായിട്ട് 2 വർഷത്തെയോ 4 വർഷത്തെയോ വിളിച്ചു വരുത്തി, അതിനുള്ള ബോർഡ് അവരെ വിളിച്ചു വരുത്തി പരിശോധിച്ച് ക്ലിയർ ചെയ്ത് അവർക്കൊരു തീരുമാനം എടുക്കുന്നതിന് പകരം അവരതൊന്നും തീരുമാനം എടുക്കാതെ നേരെ ഹൈക്കോടതിയിൽ പോകുന്നത് വഴിക്ക് അവർക്ക് എല്ലാ അവകാശങ്ങളും ഇപ്പൊ തൽക്കാലം
താൽക്കാലികമായിട്ടും മരവിച്ച് കിടക്കുകയാണല്ലോ. വഖഫ് ബോർഡിന് അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല. അതാണ് എൻ്റെ നിയമപ്രശ്നം. അങ്ങനെ വഖഫ് പിന്നെ ഈ ബോർഡ് വഖഫ് ബോർഡിന്റെ ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. വഖഫിന്റെ ആവശ്യം വഖഫ് ബോർഡ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രോപ്പർട്ടിയും ഏറ്റെടുക്കാൻ വഖഫ് ബോർഡിന് അധികാരമില്ല. ഏറ്റെടുക്കല്ല അല്ല പറയണ്. അതായത് വഖഫ് ബോർഡിന്റെ വന്നിരിക്കുന്നത്. അപ്പോൾ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞൊരു ആധാരം പരിശോധിച്ച് വഖഫ് ബോർഡ് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കും. ഈ വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കുമ്പോൾ കോടതിയിൽ പരിശോധിക്കുന്നത് പോലെ ഇതിൻ്റെ വഖഫ് ആക്ട് അനുസരിച്ച് ഇത് എഴുതാൻ പാടില്ല എന്നുള്ളത് വഖഫ് ബോർഡിൽ വരില്ല. കാരണം ഓറലായിട്ട് പറഞ്ഞാലും വഖഫാണ്. അപ്പോൾ ഓറലായിട്ട് പറഞ്ഞ വഖഫ് ആധാരം എന്ന് പറഞ്ഞാലും വഖഫാവും. അതാണ് ട്രിബ്യൂണൽ കണ്ടെത്തുള്ളൂ. പക്ഷേ കോടതിയിലേക്ക് പോകുമ്പോൾ അത് വഖഫ് ആധാരമല്ലെന്നും ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത വഖഫിൻ്റെ ആധാരത്തിൻ്റെ കണ്ടീഷനല്ല, ഇതിന് ചില കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് റദ്ദാക്കിക്കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിടും. പ്രശ്നം അവിടെ തീരും. മനസ്സിലായില്ലേ? വഖഫിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വഖഫിന് ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അത് ഗവൺമെന്റ് അല്ലല്ലോ കേസ് കൊടുക്കേണ്ടത്. കൺസേൺഡ് ആയുള്ള ആവശ്യം ഉന്നയിച്ച ആളല്ലേ കേസ് കൊടുക്കേണ്ടത്. അല്ലല്ല, ഇതിപ്പോ ഗവൺമെന്റിൽ പകരം ഗവൺമെന്റ് കേസ് കൊടുത്തോണ്ടുണ്ടാവുന്ന ദോഷം അല്ല ഇവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് കരമടക്കാൻ പറ്റുന്നത് ഇപ്പൊ രണ്ടാമത് ഗവൺമെന്റ് ഇടപെട്ട് കരമടക്കോളം പറഞ്ഞപ്പോ കോടതി രണ്ടാമത് സ്റ്റേ ചെയ്തു. അത് ഗവൺമെന്റ്, അതായത് ഇവർ കരമടക്കാൻ പറ്റാത്ത വിഷയം വന്നു, അതായത് കരമടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഗവൺമെന്റ് ഇടപെട്ടു. ഗവൺമെന്റ് ഇടപെട്ടതിന് ശേഷം LDF സർക്കാർ പറഞ്ഞു കരമടക്കാനുള്ള ഉത്തരവ് LDF സർക്കാർ കൊടുത്തത് പിന്നെ കോടതി സ്റ്റേ ചെയ്തു. അതാണ് അത് അങ്ങനെ വരാൻ കാരണം ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കേസുമായി പോയത് കൊണ്ടാണ്. പകരം ഈ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ ഒരു ഇതാണല്ലോ, അതോറിറ്റി ആണല്ലോ വഖഫ് ബോർഡ്. ഈ ആളുകളെ വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ അവർക്കുണ്ടല്ലോ. അവിടെ അതൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന കേസുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു കേസ്, ലാൻഡ് റവന്യൂ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വന്നു കഴിയുമ്പോൾ അവർ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവർ കോടതിയിലേക്ക് പോകും. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് അതൊക്കെ. അതേപോലെ ഇവരുടെ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു ഭാഗമാണ്. അവിടെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവർ പരിഹരിക്കാൻ പറ്റുന്ന നേരെ കോടതിയിലേക്ക് പോകും. അത് പോകണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള സാധനമല്ല എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ തെളിവുകൾ കൊണ്ടും മാത്രമല്ല സാമൂഹ്യ പ്രശ്നമായി വരാവുന്ന വലിയൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവർ കാണിക്കേണ്ട മിതത്വം പോലും പാലിക്കാതെ ഇപ്പൊ വലിയൊരു വർഗീയ ധ്രുവീകരണമല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? വർഗീയ ധ്രുവീകരണമാണ് കേരളത്തിൽ ഇപ്പൊ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസരം നമ്മൾ കൊടുക്കാൻ പാടുണ്ടോ? വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയേണ്ടത് ഇപ്പൊ വഖഫ് ബോർഡല്ല. കാരണം വഖഫ് ബോർഡിന്റെ ദൃഷ്ടിയിൽ ഇത് വഖഫാണ്. അതുമാറി ഞാൻ പറഞ്ഞു വരുമ്പോഴും മനസ്സിലായി. പക്ഷെ വഖഫ് ബോർഡിന്റെ ദൃഷ്ടിയിൽ വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ കോടതിയുടെ ദൃഷ്ടിയിലോ അതെങ്ങനെയാണ് അവർക്ക് വഖഫ് ആവുന്നത്? ഒന്ന് ചോദ്യം ഇതാണ്. അവർക്ക് കൃത്യമായ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലായതും ഫാറൂഖ് കോളേജിന് കൊടുത്തു എന്നുള്ളത് അതൊക്കെ ശരി. ഫാറൂഖ് കോളേജ് വിറ്റു എന്നുള്ളതും കറക്റ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് വഖഫ് ആവുന്നത് അവർക്ക് ബോധ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വഖഫ് ഒരു പ്രോപ്പർട്ടി വഖഫ് ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓറലായിട്ട് വഖഫ് ചെയ്യാം. രണ്ട്, രജിസ്റ്റേർഡ് ആയിട്ട് വഖഫ് ചെയ്യാം. ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ട് വഖഫ് ചെയ്തിരിക്കുന്നു. രജിസ്റ്റേർഡ് ആയിട്ട് വഖഫ് ചെയ്യുമ്പോൾ തന്നെ അത് വഖഫാണ് എന്ന് ബോധ്യം വന്നിരിക്കുന്നു. രണ്ട്, രജിസ്റ്റേർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിൽ രജിസ്റ്റേർഡ് ഒരു വഖഫ് ആധാരം രജിസ്റ്റർ ചെയ്യേണ്ട രീതിയിലല്ല രജിസ്റ്റർ ചെയ്തെന്നുള്ള സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ, നിയമപ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ഓറലായിട്ട് കൊടുക്കാൻ ഒരാൾ പറഞ്ഞാൽ വഖഫാണെങ്കിൽ എഴുതി കൊടുത്താലും വഖഫ് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ നോക്കൂല. അതുകൊണ്ടാണ് വഖഫ് ട്രിബ്യൂണലിൻ്റെ ദൃഷ്ടിയിൽ വഖഫായിട്ട് വരുന്നത്. വഖഫ് ട്രിബ്യൂണലിൻ്റെ ദൃഷ്ടിയിൽ മറ്റേ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റിലെ അക്ഷരപിശകുകളോ വാക്കുകളുടെ മിസ്റ്റേക്കോ സെൻറ്റൻസുകളുടെ വ്യത്യാസമോ മാറ്റി വെച്ചുകൊണ്ട് വഖഫാണ്, ഇത് വഖഫ് ആധാരം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓറലായി വഖഫാവാൻ പറ്റുന്ന ഒരു നിയമത്തിൻ്റെ കീഴിൽ ഇതും വഖഫാണ്. എൻ്റെ ഒരു ചോദ്യം, താങ്കൾ പഠിച്ച ഒരാളെന്ന് ഒരൊറ്റ ചോദ്യമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ? അല്ല, എന്റെ ദൃഷ്ടിയിൽ വഖഫല്ല. ഇതേ ബോധ്യം ഉണ്ടാവാത്ത എന്താണ് ഇതേ ആ ഉദ്യോഗസ്ഥനുണ്ടാവില്ല. കാരണം അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ ഇല്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോയ വേറൊരാൾ വന്നു കഴിയുമ്പോൾ അയാൾ സമാനം പറയേണ്ടി വരും. അല്ല, അതിന് നിയമപ്രകാരമുള്ള ഒരു കാര്യമല്ലേ താങ്കൾ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് ശരിയാണ്, നിയമപ്രകാരമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന് അവന്റെ ലിമിറ്റുകളും അവന്റെ നിയമങ്ങളും ഉണ്ട്. ഇപ്പോ എനിക്ക് ബോധ്യമായതല്ല, താങ്കൾക്ക് ഞാൻ പറഞ്ഞുതരേ, ഒരു പോലീസ് ഓഫീസർ ഒരാൾക്ക് ഫൈൻ അടിക്കുന്നു.
ഫൈൻ അടിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു അയാൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പൊതു ദൃഷ്ടിയിൽ അയാളൊരു പാവപ്പെട്ട മീൻകാരൻ പോയി അയാൾക്ക് വണ്ടിയിൽ ഹെൽമെറ്റ് ഇല്ലാൻ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പൊതുസമൂഹത്തിന് വേണമെങ്കിൽ ഒഴിവാക്കാം. നിയമപരമായിട്ട് പോലീസുകാരന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം പോലീസുകാരൻ ക്യാമറയിൽ പിടിച്ചിരിക്കുകയാണ്, ഇയാള് ഹെൽമെറ്റ് ഇല്ലാണ്ട് വന്നിരിക്കുന്നു. ഹെൽമെറ്റ് ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അയാൾക്ക് അത് നിയമപരമാണത്. ഇവിടെ നിയമപരമല്ല എന്ന് താങ്കൾ പറഞ്ഞ നിയമപരമാണോ? അല്ല, നിയമപരമാണെന്ന് വെച്ചാൽ വഖഫ് നിയമം അനുസരിച്ച് നിയമപരമാണ്. അതായത് അമെൻമെന്റ് വരുന്നത് വരെയും ഓറലായിട്ട് പറയുന്ന ഡോക്യുമെന്റ് വഖഫാണ്. അപ്പോൾ ഓറലായിട്ട് ഇല്ലാത്ത വഖഫ്, ഇത് രജിസ്റ്റേർഡ് ആയിട്ട് എഴുതിയൊരു വഖഫ് സ്വാഭാവികമായിട്ട് ഇപ്പൊ സേട്ട് ഇത് വഖഫിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തതിന് തർക്കമൊന്നുമില്ലല്ലോ, വഖഫ് ആധാരമാണല്ലോ. എഴുതി കൊടുത്ത രീതിയാ വ്യത്യാസം വന്നത്. അതോടുകൂടി വഖഫ് അല്ലാതെ അല്ല, അത് നിയമപ്രകാരം, അത് നിയമപ്രകാരം. പക്ഷെ മുസ്ലിം നിയമപ്രകാരം ഓറലായിട്ട് വഖഫ് ചെയ്യാമെന്നിരിക്കെ ഇയാള് വഖഫിന് വേണ്ടി ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് വഖഫാണ് എന്ന് വഖഫ് ട്രിബ്യൂണൽ കണ്ടെത്തും. അവിടെയാണ് പൊതുസമൂഹം വഖഫ് ട്രിബ്യൂണൽ തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം ലീഗ് അടക്കം ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാടെടുത്തു. അവര് പറഞ്ഞു ഇത് ഒരിക്കലും വഖഫ് ഭൂമിയല്ല, അവര് കൃത്യമായി ഫറൂഖ് കോളേജ് വിറ്റതാണ്. അതിപ്പോ എല്ലാവർക്കും അറിയാതെ. പക്ഷെ വഖഫിന് ആ നിലപാടെടുക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ എനിക്കോ ലീഗിനോ പബ്ലിക്കിനോ ഇത് എടുക്കാൻ പറ്റും. വഖഫിന് ആ നിയമം എടുക്കണമെങ്കിൽ വഖഫ് അമെൻമെന്റ് ആക്ട് ഇംപ്ലിമെന്റ് വരണം. അത് അതാണ് ഈ വഖഫ് അമെൻമെന്റ് ആക്ടിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വളരെ കർശനമായിട്ട് നടപ്പാക്കേണ്ട അമെൻഡ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒന്ന് ഓറൽ വഖഫ്, രണ്ട് ട്രിബ്യൂണൽ അപ്പീല്. ഇത് രണ്ടും വേണ്ടതാണ്. താങ്കളുടെ നിയമപരമായ അറിവ് വെച്ചിട്ട് താങ്കൾ അവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് സത്യമെന്ന് പറയുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ പക്ഷത്തെ വരുമ്പോൾ താങ്കൾ പറയുന്നു ഗവൺമെന്റ് ഭാഗത്തും ശരിയാണെന്ന് പറയുന്നു. അല്ല, ഗവൺമെന്റിന്റെ ഭാഗത്ത് ശരിയാണത്. പരിഹരിക്കുന്നത് എങ്ങനെ? അല്ല, പരിഹരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നിയമപരമായ ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഗവൺമെന്റ് ഇപ്പൊ രണ്ടു കൂട്ടരും വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കാനുള്ള വകുപ്പുണ്ട് ഇവിടെ. ആദ്യം എന്താ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. തുടക്കത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ ഭൂകമ്പം അത് വരില്ല. പക്ഷെ അത് വന്ന് ഇത് നമ്മള് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് തീർക്കാനുള്ള വലിയൊരു ശ്രമം ഗവൺമെന്റ്. എന്തുകൊണ്ട് നേരത്തെ അത് ചെയ്യുന്നില്ല? ഇത്രയും വലിയ കത്തിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ല, ഗവൺമെന്റ് അതിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഇപ്പൊ വൈകിട്ടായിരിക്കും. അവിടെയാണല്ലോ ഈ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണം, ഇവിടെ BJP വളരാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കത്തിക്കാൻ അവസരം കൊടുക്കുന്നു. മുമ്പ് BJP ഏറ്റവും അധികം സമരം ചെയ്തിട്ടുള്ള ശബരിമല വിവാദം. ഈ ശബരിമല വിവാദത്തിൽ അവിടെ സ്ത്രീകളെ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ അവിടെ കയറിയതിനെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുത്തുള്ള ആളാണ് താങ്കൾ. അത് ഗവൺമെന്റ് ശക്തമായി സ്ത്രീകൾ അവിടെ കയറ്റാൻ ശ്രമിച്ചതല്ലേ? അത് അപ്പീൽ കൊടുക്കാൻ അവസരം ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുന്ന അറിയാമെന്നിരിക്കെ അതിനും പോലും കാത്തിരിക്കാതെയാണ് അവർ നിർബന്ധപൂർവ്വം അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? BJPക്ക് അത് വലിയ ഇഷ്യൂ ആക്കി എടുക്കാനും കേരളത്തിൽ അത് വലിയ ഇഷ്യൂ കത്തിക്കാനും അവർക്ക് അവസരം കിട്ടി. അതേപോലത്തെ ഇഷ്യൂ അല്ല ഇത്. അതാണ് ആ രണ്ട് വ്യത്യാസമുണ്ട്. ശബരിമലയിലെ വിഷയം അത് ആചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മുടെ നിയമസംഹിതകളുള്ള വിഷയമല്ല, ആചാരമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇവിടെ അതല്ല, ഇവിടെ റിട്ടേൺ നിയമമാണ്. വഖഫ് നിയമം നമുക്ക് നിലവിലുണ്ട്, വഖഫ് ബോർഡുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ നടപടി എന്താ? അതിന്റെ നിയമം അനുസരിച്ച് ചെയ്യലാണ്. അവന്റെ മുമ്പിലിരിക്കുന്ന നിയമം, വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്റെ മുമ്പിലിരിക്കുന്ന നിയമം അനുസരിച്ച് അവൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം വഖഫ് ആക്ട് ഇപ്പൊ പുതിയ അമെൻമെന്റ് വന്ന ഈ വിഷയമാണ് മാറും. ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ അവന്റെ മുമ്പിലിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ട് അവൻ ചെയ്താൽ അവൻ ട്രാൻസ്ഫർ ആയി പോയാൽ നാളെ അവൻ ഉത്തരം പറയണ്ടോ? അല്ല, ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് നയപരമായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിവുണ്ടെന്നിരിക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് കൃത്യമായ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതോ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്താൽ ആ പ്രശ്നം പരിഹരിച്ചില്ലേ? അല്ല, ഇത് സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്യേണ്ട നിയമമല്ല.
ഇത് കേന്ദ്രം ഭേദഗതി ചെയ്യേണ്ട വിഷയമാണ്. സർക്കാരിൻ്റെ സർക്കാർ അപ്പം തന്നെ പരിഹരിച്ച് തീർത്ത് അവസാനിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിയമമാണ്. കേന്ദ്രം പക്ഷെ ഇപ്പൊ കത്തിക്കുന്നത് ആരാണ്? അല്ല കത്തിക്കുക, അതാണ് പറഞ്ഞ അത് താങ്കൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം, ഇന്ത്യയിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഈ ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നു, പിന്നീട് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുന്നു. ആ അവസരം ക്രിസ്ത്യാനികളെ കുട്ടിയോജിപ്പിച്ച് BJPക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. അതല്ലേ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ വലിയ ദുരന്തമുണ്ടാക്കും. അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇതിലൊരു സമവായം ഉണ്ടാക്കി അവരുടെ വിഷയം തീർത്ത് അവർക്കവിടെ സുഖമായി താമസിക്കാനുള്ള ഒരു അവസ്ഥ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അതായത് AK നസീർ CPMന്റെ പ്രമുഖനായ നേതാവ്, അദ്ദേഹം BJPയിൽ 30 വർഷത്തോളം പ്രവർത്തിച്ചുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പ്രകാരം സർക്കാർ അടിയന്തരമായ ഈ കാര്യത്തിൽ വഖഫ് പ്രശ്നത്തിൽ, മുനമ്പം പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം തീർക്കേണ്ടത് ആവശ്യമാണ്, അതാണ് ശ്രമിക്കേണ്ടത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അല്ലാതെ ഹൈക്കോടതിയിലും അതേപോലെ മറ്റ് സ്ഥലത്തും നിയമപരമായി ഫൈറ്റ് ചെയ്ത് കാലാകാലം നീട്ടിക്കൊണ്ടു പോകേണ്ടതല്ല ഈ പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ പറയാം. നന്ദി, നമസ്കാരം.